ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മളൊരു ചെറുപയർ പായസമാണ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നട്ട്സ്, കിസ്മിസ്, 2 ചുക്ക്, കുറച്ച് ഏലക്കായ, പിന്നെ ഇതിൻ്റെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുപയർ നന്നായിട്ട് കഴുകി വറുത്തിട്ട് കഴുകി അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ശർക്കര പാനിയിൽ വഴറ്റണം. ഇനി നമുക്ക് ആദ്യം ഈ നട്ട്സും കിസ്മിസും നമുക്ക് വറുത്തുകൊണ്ട് വരാം. കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ചുവന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൂടെ 2 കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്ത് വെച്ചു. നമുക്കൊരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ ഇനി ശർക്കരപ്പാനി ഒഴിക്കുന്നത്, അപ്പോൾ പിടിക്കാതിരിക്കാനാണ്. ഞാനിതൊരു 1/4 കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. 1/4 കിലോ ശർക്കര. മൊത്തം ഒഴിച്ചിട്ടില്ല. പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ശർക്കരപ്പാനിക്കകത്ത് പരിപ്പ് കുറേ സമയം ഒരു അരമണിക്കൂറിലും വഴറ്റിയെടുക്കണം. ചെറുപയർ നമ്മൾ ശർക്കരപ്പാനിക്കകത്ത് നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ജീരകം പൊടിച്ചതും 1 സ്പൂൺ ചുക്ക് പൊടിച്ചതും, ചുക്കല്ല ഏലക്കായ, ചുക്ക് പൊടിച്ചത് വേറെ ഉണ്ട്, ഇട്ട് കൊടുക്കാം. ഇത് 1 സ്പൂൺ ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മതി. നമുക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.